ഒരു പെൺകുട്ടി താൻ സ്നേഹിക്കുന്ന പയ്യനുമായിട്ട് നാട് കാണാനായിട്ട് പോകാനൊക്കെ വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഇവൻ ഓടിക്കുന്ന ജീപ്പിന്റെ ഓണറാണ് കൂടെ ഉള്ളത്. ആളെ ഭയങ്കര വിശ്വാസത്തോടു കൂടിയാണ് ആ കാമുകം കൊണ്ടുപോയെന്നുണ്ടെങ്കിലും ആ പെൺകുട്ടിക്ക് പിന്നീട് അയാളിൽ നിന്ന് നേരിടേണ്ട വന്ന ഒരു വലിയ പ്രശ്നം അതൊക്കെ കണ്ടിട്ടും നോക്കി മാത്രം നിന്ന് ഈ ഒരു കാമുകരും. എന്തായാലും അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ ഈ ഒരു മൂവി നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുന്നത് നന്നായിരിക്കും. കാരണം നമ്മ ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിലും ട്രാപ്പ് ആവാം. സോ നമ്മ തന്നെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അവെയർ ആയിട്ടിരുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ ഒരു സംഭവം കേരളത്തിൽ നടന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ. നടന്ന സംഭവത്തിന് ഇൻസ്പയർ ആക്കി എടുത്ത ഒരു മൂവിയാണിത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു മൂവിയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മളുടെ വീഡിയോക്ക് കുറച്ചൊന്ന് റീച്ച് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ വരുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ പ്ലീസ്. ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് തുടക്കം തന്നെ നമ്മുടെ കഥയിലെ നായികയായിട്ടുള്ള ജാനുവിനെയാണ് കാണിക്കുന്നത്. അവള് സ്കൂൾ യൂണിഫോം ഇട്ട് രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയാൽ അവളുടെ കാമുകന്റെ കൂടെ ഇന്ന് അവള് നാട് കാണാനായിട്ട് പോവാണ്. തമിഴ്നാട്ടിലുള്ള ഒരു മലയോര പ്രദേശത്താണ് അവള് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവള് നാട്ടിലേക്കൊന്നും അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. അതായത് സിറ്റീസ്, മാൾസ്, അങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ഒന്നും അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ തന്റെ കാമുകന്റെ കൂടെ അവള് നാട് ചുറ്റാൻ പോകാമെന്ന് തീരുമാനിക്കുന്നത്. വീട്ടിലൊന്നും പറയാതെ രാവിലെ തന്നെ അവള് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ നായകനെ കാണിക്കുന്നുണ്ട്. നായകനെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പയ്യൻ കാരനാണ് ഈ കഥയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെന്നേ ഞാൻ പറയുള്ളൂ. അവന്റെ കയ്യിൽ കുറച്ച് പവറും മറ്റേ ട്രോള് പറയുന്ന പോലെ നെഞ്ചിൽ ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിന് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരു മണങ്ങുടാഞ്ചനാണ്. എന്നാലും ഇപ്പൊ തൽക്കാലം നമുക്ക് നായകൻ തന്നെ പറയാം. അവന്റെ കൂടെയാണ് ജാനു കറങ്ങാനായിട്ട് പോകുന്നത്. പക്ഷെ അവൻ ഒറ്റക്കല്ല വന്നേക്കുന്നത്. നാട് ചുറ്റാനൊക്കെ പോകാനായിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവൻ ഓടിക്കുന്ന ജീപ്പിന്റെ ഓണർ ആയിട്ടുള്ള അവന്റെ ആശാനായിട്ടുള്ള ആളെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അയാളാണ് ഇപ്പൊ സിറ്റീസിലൊക്കെ കൊണ്ടുപോയി ഇവരെ കാണിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ കാമുകന്റെ കൂടെ അവന്റെ ആശാൻ ഉണ്ടെന്ന് പറഞ്ഞ ഈ പെണ്ണാന്ന് വെച്ചാൽ വരാൻ വിസമ്മതിക്കുന്നുണ്ട്. ഞാൻ ഇല്ല, നമ്മ ഒറ്റക്ക് പോവാന്നല്ലേ പറഞ്ഞു. പിന്നെ നീ ഇയാളെ കൂട്ടി പോകുന്നതെന്ന് ആ ഒരു പെണ്ണ് ചോദിക്കുന്നുണ്ടെങ്കിലും കാമുക നിർബന്ധിച്ച് ആളൊരു പാവായോ നമുക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞ് അവളെ ജീപ്പിലേക്ക് കയറ്റി അവരങ്ങനെ പോവാണ്. അവൾക്ക് തീരെ മൂടുണ്ടായിരുന്നില്ല. ആശാനെ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവള് പറയുന്നത്. നമുക്ക് ഒറ്റക്ക് പോയാൽ മതിയായിരുന്നു, ഇയാളൊന്നും വേണ്ടായിരുന്നു എന്ന് അവളിങ്ങനെ പിറുപിറുത്തോണ്ടേ ഇരിക്കുകയാണ്. അവൻ എത്ര പറഞ്ഞൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ നോക്കിയിട്ടും അവൾ ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. പിറുപിറുക്ക എന്നെ പിറുപിറുക്ക. അവനാന്ന് വെച്ചാൽ ഈ ജീപ്പിന്റെ മുകളിൽ കയറി നിന്നും കാഴ്ചകളൊക്കെ കണ്ട് നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവളിപ്പോൾ ആ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു വഴിയോരത്ത് അവർ നിർത്തിയിട്ട് അവിടെ കണ്ട ഒരു കടയിലായിട്ട് കയറുന്നുണ്ട്. ഈ ഒരു സമയത്തും ഞാൻ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ ഇതേ ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആശാനാന്ന് വെച്ചാൽ നേരെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കാമുകനും ജാനുവിനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് എങ്ങനെയൊക്കെ ജീപ്പിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട്. ജാനു ആണെങ്കിലോ അവളെങ്ങാനും അവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവന് അറഞ്ച മുറഞ്ച ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ആ ഒരു കടയിലേക്ക് ജാനുവിനെ അവൻ കൊണ്ടുവരുന്നുണ്ട്. ഒരു പഴംപൊരി എടുത്ത് കഴിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ആശാൻ അവിടേക്ക് വരുന്നുണ്ട്. അവൾക്കാണെങ്കിലും അവനെ കാണുമ്പോൾ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടേ ആവുന്നില്ല. അവൾ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ഒരു അടച്ചുറപ്പൊന്നും ഇല്ലാത്ത ഒരു ടോയ്ലറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ എന്തോ വൃത്തിയുടെ ആൾക്കാരെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ അവര് ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ അവര് ആ ഒരു ജീപ്പിൽ തന്നെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയൊക്കെ കാമുകനെ അവളെ കൺവിൻസ് ചെയ്തോന്ന് ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ അവൾ ഓക്കെയാണ്. ചിരിച്ച് കളിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നന്നായി തന്നെ എൻജോയ് ചെയ്യാണ്. ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവര് നേരെ പോകുന്നത് മാളിലേക്കാണ്. അവൾ ഇന്നേ വരെ മാളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലൈറ്റും കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ എല്ലായിടത്തും നോക്കി നന്നായി എൻജോയ് ചെയ്ത് നടക്കാണ്. ആ ഒരു കാമുകനും അവൾക്ക് ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. കാരണം അവൾ യൂണിഫോമിലല്ല വന്നിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെയാണ് അവൻ വാങ്ങിക്കൊടുക്കുന്നത്. അവളും ഡ്രസ് റൂമിൽ പോയി അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് അവര് പുറത്തേക്ക് പോവാണ്. ഈ ടൈം അവരുടെ കൂടെ ആശാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് നല്ല ഹാപ്പി ആയിരുന്നു. വഴിയിൽ കണ്ട ഫുഡൊക്കെ വാങ്ങി കഴിച്ച് നല്ലപോലെ സന്തോഷിച്ച് അവരുടെ ആ ഒരു നിമിഷം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. അവള് ബീച്ചും ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഒരു ബീച്ചിൽ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇരുന്നും കിടന്നും വെള്ളത്തിൽ കളിച്ച് അവര് നന്നായി എൻജോയ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയം ഒരാൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവനും അത് കണ്ടിട്ട് ആകെ പേടിക്കുന്നുണ്ട്. അവളും പറയുന്നുണ്ട് അയാൾ എന്നെ തന്നെയാണ് ഞാൻ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു. അവനപ്പൊ തന്നെ ഫോൺ എടുത്ത് ആ ഒരു ആശാനെ വിളിച്ച് എവിടെയാണുള്ളതെന്നും വേഗം തന്നെ ഇവിടേക്ക് എത്താനായിട്ടും പറയുന്നുണ്ട്. ഞാൻ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നും പറയാണ്. ആശാൻ എന്ന ആ ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ പോലീസ് വന്നതുകൊണ്ട് തന്നെ അയാൾ ഫോളോ ചെയ്യുന്നത് നിർത്താണ്. അവരും അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ആശാൻ അവിടേക്ക് വരുന്നുണ്ട്. ആശാന്റെ ജീപ്പിൽ കയറി അവരങ്ങനെ യാത്ര തുടരാണ്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അമ്മ ജോലിക്ക് പോയേക്കാണ്. ഇവള് സ്കൂളിൽ പോകുന്ന പോലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനി സ്കൂൾ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് തന്നെ ഇവളെ തിരിച്ചു കൊണ്ടാക്കാന്ന് ഈ ഒരു കാമുകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എത്തുന്നതിന് മുമ്പ് അവൾക്ക് വീട് എത്തിയേ പറ്റൂ. പക്ഷെ ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒട്ടും തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സന്ധ്യ ആവുന്നതിന് മുമ്പ് അവളെ വീട്ടിലെത്തിക്കാൻ പറ്റുന്നു. അവളാന്ന് വെച്ചാൽ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് പെറുപുറത്തോണ്ടേ ഇരിക്കുകയാണ്. അവളുടെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവമായിരുന്നു അത്. വെറുതെ ഇങ്ങനെ പെറുപുറത്തോണ്ടേ ഇരിക്കും. അമ്മ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവും, നീ അല്ല എന്നെ ആക്കി തരാന്ന് പറഞ്ഞ വേഗം തന്നെ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അവൻ സമാധാനിപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ്. ജീപ്പിൽ പോകുന്ന വഴിക്ക് കാമുകന് ഒരു കോൾ വരുന്നുണ്ട്. ഒരു തമിഴ്നാട്ടിലുള്ള അവന്റെ ഫ്രണ്ടാണ് അവനക്ക് വിളിച്ചത്. ഇപ്പൊ നേരം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നല്ലോ. അവളുടെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അമ്മ മാത്രമല്ല നാട്ടിലുള്ള എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇളക്കിയിരിക്കുകയാണ്. ഈ ടൈമിൽ ഇവിടെ വന്ന പണിയാണെന്നെല്ലാം പറയാണ്. അതുകൊണ്ട് തന്നെ കാമുകനും അറിയുന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. അവൻ ആശാനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. വീട്ടിൽ പിടിച്ചു ഇനി എന്താ ചെയ്യാന്ന് ആശാനോട് ചോദിക്കുകയാണ്. ആശാനോ അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കാമെന്നും നീ മിണ്ടാതെ അത് ഫോളോ ചെയ്താൽ മതി. പിന്നെ ആ പെണ്ണിനോട് ഇപ്പൊ ഇതൊന്നും പറയാനായിട്ട് നിൽക്കണ്ട. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇനി മോങ്ങാൻ തുടങ്ങും. അതിനെ സമാധാനിപ്പിക്കാൻ ഇനി നേരം ഉണ്ടാവുള്ളൂ. മിണ്ടാതെ
മിണ്ടാതെ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞ അവൻ ജീപ്പ് എടുക്കുന്നുണ്ട്. ഈ ടൈം എല്ലാം അവള് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവള് വാ പൂട്ടില്ലല്ലോ. ജാനു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആശാനും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഒരു പെണ്ണെ മിണ്ടാതിരിക്കും, നിന്റെ വീട്ടിലെ എല്ലാവരും അറിഞ്ഞു, ഇനി അവിടേക്ക് എന്തായാലും പോകാൻ പറ്റൂല, നിന്റെ അമ്മ അവിടെ വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കാന്ന് പറയാണ്. ഇത് കേട്ടതും ജാനു തുടങ്ങി അവളുടെ കരച്ചില്. പിറുപിറുത്തോണ്ട് അവൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. നീ കാരനാണ് ഇതൊക്കെയെന്നും നീയല്ല എന്നെ നേരത്തെ എത്തിക്കാന്ന് പറഞ്ഞത്, എനിക്ക് എന്റെ അമ്മനെ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അവനും ആ ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോവാൻ, നീ ഇങ്ങനെ കരയില്ലേന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ആശാൻ നേരെ പോകുന്നത് ഒരു ലോഡ്ജിലേക്കാണ്. ആ ലോഡ്ജിൽ നിന്നിട്ട് ആശാൻ ഒരു റൂം എടുക്കുന്നുണ്ട്. എന്നാ ജാനു പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഒന്നും നിൽക്കണ്ട, എനിക്ക് വീട്ടിലേക്ക് പോയാൽ മതി, അമ്മനെ കാണണമെന്ന്. എന്നാൽ ഈ കാമുകനോട് ആശാൻ ദേഷ്യത്തോടുകൂടി ഇപ്പൊ ആ നാട്ടിലേക്കൊന്നും കയറി ചെല്ലാൻ പറ്റില്ല, അവരെല്ലാവരും നിന്നെ ഇടിച്ച് പഞ്ചറാക്കി കളയും, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ആകുമ്പോൾ പോവാന്ന് ആശാനും പറയാണ്. ആശാന് റൂം എടുത്തിട്ടൊന്നുമില്ല, അയാൾ ജീപ്പിൽ കിടന്നോളാന്നു അവരോട് രണ്ടുപേരോടും റൂമിൽ പൊക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ അയാൾ ചൂടായതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് കാമുകനാന്ന് വെച്ചാൽ ജാനുനെ വിളിച്ചുകൊണ്ട് ആ റൂമിലേക്ക് പോവാണ്. ജാനു ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്നും താമസിക്കുന്നില്ല, എന്നെ വീട്ടിലാക്കി താന്നവള് പറയുന്നുണ്ട്. എന്നാൽ ഈ ആശാൻ ചൂടാവുന്നോണ്ട് തന്നെ അവളും പേടിച്ചോണ്ട് അയാളുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ റൂം കാട്ടി കൊടുക്കുന്നുണ്ട്. ആശാനും ബാത്റൂമിലേക്ക് പോവാണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് ഈ ആശാൻ അവരുടെ കൂടെ തന്നെ റൂമിൽ നിൽക്കുന്നു. പക്ഷെ അയാൾ കുളിച്ച് വന്ന് നേരെ താഴേക്ക് പോകുന്നുണ്ട്. അവരോട് രണ്ടുപേരോടും വേഗം കിടന്ന് ഉറങ്ങി രാവിലെ നമുക്ക് പോകണം എന്നെല്ലാം പറയാണ്. ജാനു ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നോണ്ട് തന്നെ ആ ഒരു കാമുകൻ അവളെ തൊട്ടും പിടിച്ചും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ കഥയ്ക്ക് വന്ന് മുട്ടുന്നുണ്ട്. ആരാ നോക്കുമ്പോഴോ അത് ആശാൻ തന്നെയായിരുന്നു. ആശാന് ആ ഒരു കാമുകനോട് പറയാണ് നീ പോയിട്ട് കുറച്ച് ഫുഡും പിന്നെ അവനക്ക് കുടിക്കാനായിട്ട് ഒരു കുപ്പിയും വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. കാമുകൻ ആദ്യം അതിന്റെ ആവശ്യമൊന്നുമില്ല, ഫുഡ് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും ആശാൻ ദേഷ്യത്തോടുകൂടി മര്യാദക്ക് പോയിട്ട് വാങ്ങിയിട്ട് വന്നു പറഞ്ഞ് അവനെ നിർബന്ധിച്ച് പറഞ്ഞേക്കാണ്. ജാനു അതിന്റെ ഇടയിൽ പ്ലീസ് പോകല്ലേ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാ ഒരു കാമുകനും നീ പേടിക്കുന്നു വേണ്ട, എവിടെ ഇരുന്നോ, ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ വേഗം വരാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആശാൻ അവൻ പോയതും അപ്പൊ തന്നെ ഡോർ അടയ്ക്കാണ്. ജാനു അതിന്റെ ഉള്ളിൽ പേടിച്ചാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ആശാൻ അവളോട് പോയി കുളിക്കാനായിട്ട് പറയുന്നുണ്ട്. അവളും പേടിച്ചുകൊണ്ട് അവളുടെ ബാഗ് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരോ കഥകിൽ മുട്ടാണ്. കഥകിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശാൻ ഇതിപ്പോ ഒന്ന് തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞ് ഡോറ് തുറന്നു നോക്കുമ്പോൾ അതാ കാമുകനായിരുന്നു. അവൻ ജീപ്പിന്റെ താക്കോല് ചോദിക്കുന്നുണ്ട്. വേഗം പോയിട്ട് വേഗം വരാലോ, വേഗം ജീപ്പിന്റെ താക്കോല് തരാൻ പറയുന്നുണ്ട്. പക്ഷെ ആശാന് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ എടുത്താൽ നീ നടന്നു പോയിട്ട് വന്നാൽ മതി എന്ന് പറയാണ്. എന്നാൽ അവനും അടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ആശാൻ രണ്ടോ ഒച്ചെടുത്തോണ്ട് തന്നെ അവന് വേഗം ഓടി പോകുന്നുണ്ട്. ഫുഡും അവൻ പറഞ്ഞ പോലെ ആ ഒരു കുപ്പിയും വാങ്ങിക്കൊണ്ടുവരാനായിട്ട്. ആശാൻ വീണ്ടും അവൻ പോയതും ഡോർ അടിക്കുന്നുണ്ട്. ഇവളിപ്പോ പേടിപ്പിച്ചോണ്ട് അവൻ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറ്റാണ്. അവളും കുറെ നേരം ബാത്റൂമിൽ കുളിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് പുറത്തേക്ക് കാമുകരാന്ന് വെച്ചാൽ ഓടിപ്പാഞ്ഞ് എവിടെയെങ്കിലും കട ഉണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു കടയും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ നേരെ ഒരു ഓട്ടോയും വിളിച്ച് ബിവറേജിൽ പോകുന്നുണ്ട്. അവിടെ ആണെങ്കിലോ വലിയ ക്യൂ. ആ ഒരു ക്യൂവിൽ നിന്നിട്ട് വേണം ഇനിയിപ്പോ കുപ്പി വാങ്ങാനായിട്ട്. അവന് ആ ക്യൂയിൽ കയറി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ജാനു ആണെന്ന് വെച്ചാൽ ഒരുപാട് നേരമായി ബാത്റൂമിൽ കയറിയിട്ട് പക്ഷെ ഒരു ഒച്ച പോലും അവിടെ നിന്ന് കേൾക്കാത്തതുകൊണ്ട് ആശാനെ നീ കുളിക്കുന്നില്ലേന്ന് പേടിപ്പിച്ചോണ്ട് ചോദിക്കുകയാണ്. അവളും ആ കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ടാപ്പ് തുറന്ന് അവൾക്ക് ആകെ ഒരു ഡ്രസ്സ് മാത്രമേ ഇപ്പൊ അവളെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ നനയാത്തത്. മറ്റേ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ അവള് മേത്ത് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കാമുകനും എങ്ങനെയൊക്കെ ആ കുപ്പി വാങ്ങി ഫുഡ് വാങ്ങാനായിട്ട് ഓരോ കടയിൽ ഇങ്ങനെ ഓടി നടക്കാണ്. ഇപ്പൊ അവൻ ഫുഡ് വാങ്ങി വേഗം തന്നെ ആ ഒരു ലോഡ്ജിക്ക് ഓടി പോകുന്നുണ്ട്. അവൻ നന്നായി തന്നെ കഥയ്ക്കുന്നുണ്ടായിരുന്നു. റൂമിലാണെങ്കിൽ ജാനു മേത്ത് വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് ആ നനഞ്ഞ ഡ്രസ്സാല് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരാണ്. ഇവിടെ അമ്പി പിടിച്ചിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് കണ്ട ആശാനും അവളുടെ നേരെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കാമുകനും റൂമിലേക്ക് എത്തുന്നുണ്ട്. കാമുകൻ ഡോർ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഷോർട്ട് ഇടാതെ ആശാൻ റൂമിൽ നിന്ന് വരുന്നുണ്ട്. ജാനു എവിടെ നിന്ന് നോക്കിയിട്ട് കാണാനില്ല. ആശാൻ നേരെ ആ ഒരു കുപ്പിയും വാങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരും ഫുഡ് കഴിച്ച് കിടന്നോളാനായിട്ടും പറയാണ്. ആ ഒരു കാമുകൻ അകത്ത് കയറി ജാനുവിനെ തിരയുന്നുണ്ട്. അവൾ എവിടെയും കാണാനില്ല. അവസാനം അവൻ ബാത്റൂമിൽ പോയി നോക്കുമ്പോഴാണ് ഹാഫ് നേക്കഡ് ആയിട്ട് ജാനു അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാമുകനും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാണ്. അവനും ഞാൻ കാരണമാണ് ഇതെല്ലാം എന്ന് ഓർത്തിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ജാനുവിന് ഇപ്പോ ആകെ റിലേ പോയ പോലെ ആയിരുന്നു. ഈ കാമുകനും നേരെ താഴേക്ക് വന്ന് ആശാന്റെ അടുത്തേക്ക് കെഞ്ചിക്കൊണ്ട്, ഒരാണല്ലേ രണ്ടടിയെങ്കിലും അടിച്ചൂടെ, അതുപോലും ഇല്ലാതെ കെഞ്ചിക്കൊണ്ട് അതൊരു പാവം പെണ്ണല്ല ആശാനെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് കെഞ്ചി ചോദിച്ചോണ്ടിരിക്കുകയാണ്. ആശാൻ രണ്ടോ ഒച്ചെടുത്തപ്പോ അവൻ പേടിച്ചോണ്ട് വീണ്ടും ആ റൂമിലേക്ക് തന്നെ പോവാണ്. പക്ഷെ റൂമിൽ പോയി നോക്കുമ്പോൾ അവളാണെങ്കിൽ ഇപ്പൊ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. അവൾ എത്ര തട്ടിയിട്ടും ഡോർ തുറക്കാത്തോണ്ട് തന്നെ കാമുകനും ആ ഡോറിന്റെ പുറത്തിരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ വെളുപ്പിനാണ് അവനെ നിൽക്കുന്നത്. ഇപ്പോഴും ഡോറ് തുറന്നിട്ടില്ല. ഇപ്പൊ വീണ്ടും ഡോറിൽ അവൻ തട്ടുന്നുണ്ടെങ്കിലും ചാലി തുറക്കുന്നുമില്ല. ഒരു ഒച്ച എനക്കവും അതിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കാനും ഇല്ല. അതുകൊണ്ട് തന്നെ അവനും പേടിച്ചോണ്ട് നേരെ വീണ്ടും പോകുന്നത് ആശാന്റെ അടുത്തേക്ക്. ആശാനാണെങ്കിൽ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. കാമുകൻ അവന്റെ കാലും കൈയും പിടിച്ചിട്ട് ആശാനെ അവളെ എണീക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്, വായോ എന്ന് പറഞ്ഞ് വീണ്ടും കെഞ്ചാണ്. എന്നിട്ട് ആ ഒരു ആശാനും കാമുകനും പോയി ഡോറിൽ തട്ടുന്നുണ്ട്. ആശാന്റെ ഒച്ച കേട്ടതും അവള് ഡോറ് തുറക്കാണ്. വേഗം തന്നെ റെഡി ആവ് പോകണമെന്ന് ആശാൻ പറയാണ്. അങ്ങനെ അവര് റെഡിയായി ആ ജീപ്പിൽ തന്നെ പോവാണ്. ഇപ്പൊ അവൾ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവളെ ആശ്വസിപ്പിക്കാനായിട്ട് കാമുകൻ നോക്കുന്നുണ്ടെങ്കിലും അവളൊന്ന് തൊടാൻ പോലും അവരെ കൊണ്ട് അവള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവള് പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം വീട്ടിലേക്ക് ഇനി എനിക്ക് തിരിച്ചു പോകണ്ടാന്ന് അവള് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ആശാനാണെന്ന് വെച്ചാൽ വെറും പുച്ഛഭാവം
മാത്രമായിരുന്നു. എന്തെങ്കിലും കിടന്ന് പറഞ്ഞോട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നാണ് അവന്റെ മുഖഭാഗത്തിൽ. അങ്ങനെ പെട്ടെന്ന് അവൾക്ക് അറിഞ്ഞോണ്ടിരിക്കല്ലേ ഛർദ്ദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ആശാനും അറച്ചിട്ട് ഒരു തുണി എറിഞ്ഞു കൊടുത്തിട്ട് ഈ കാമുകനോട് തുടച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കാമുകൻ നല്ല കെയറോടുകൂടി തന്നെയാണ് അവളെ നോക്കുന്നത്. പക്ഷെ അവൾ ആ ഒരു ടൈമിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടാണ്. പിന്നാലെ ആ കാമുകനും പോകുന്നുണ്ട്. അങ്ങനെ ഒരു പാടത്ത് നിന്ന് അവർ രണ്ടുപേരും തല്ലുപിടിക്കുകയാണ്. ആ കാമുകൻ കാല് പിടിച്ച് അവളോട് വായു എന്ന് പറയുന്നുണ്ട്. അവള് വരില്ല എന്ന് പറയാണ്. ഇതൊക്കെ കണ്ട് ആശാനെ ഇറങ്ങി വന്ന് അവളെ വലിച്ചഴിച്ച് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോവാണ്. ഇതെല്ലാം കണ്ട് ഒരു അപ്പൂപ്പൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നോ റിയാക്ഷൻ, അയാൾ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ആ ഒരു ആശാനാന്ന് വെച്ചാൽ നേർവഴി കൂടെ പോവാതെ ജീപ്പ് ഒരു ഇടവഴി കൂടെ കൊണ്ടുപോവാണ്. എന്നിട്ട് നേരെ ഒരു കാട്ടിലേക്ക് കയറ്റാണ്. കാമുകൻ ഇത് എങ്ങോട്ട് ആശാനെ പോകുന്നായിരുന്നു, വീട്ടിൽ പോയാൽ മതി, ഇങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആശാൻ അതൊന്നും കേൾക്കുന്നില്ല. ഒരു വലിയ കാട്ടിൽ കൊണ്ടുപോയി ജീപ്പ് നിർത്താണ്. ഇപ്പൊ കാമുകൻ ജാനുവിനെ തൊടുമ്പോഴല്ല അവൾ അവന്റെ കൈ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആശാൻ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ജാനു എന്തോ കൂടോത്രം ചെയ്ത പോലെ ഈ ആശാന്റെ പിന്നാലെ ഇങ്ങനെ പോവാണ്. ഈ കാമുകനെ തൊടിയിക്കുന്നില്ല. അവനൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവള് ചീറി പൊളിക്കുക. ഈ ആശാൻ വിളിക്കുന്നോടത്തൊക്കെ അവള് പോകുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോ എന്താന്ന് മനസ്സിലായില്ല. സംഭവം എന്താന്ന് വെച്ചാല് തമിഴ്നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രാവശ്യം അവളുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ അവളുടെ ഹസ്ബൻഡ് ആയിട്ടാണ് കരുതുക. ആ ഒരാളല്ലാതെ വേറെ ഒരാളും അവളുടെ മേത്ത് തൊടാനായിട്ട് അവള് സമ്മതിക്കുകയില്ല. ആ ഒരു അനുസരണയാണ്. എത്ര കൊള്ളൂലാത്ത ആളായാലും അതാണ് എന്റെ ഹസ്ബൻഡ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ ജാനു അവന്റെ പിന്നാലെ പോകുന്നത്. ഈ ഒരു കാമുകനും പറയുന്നുണ്ട്, നീ ഇങ്ങനെ പ്രാന്ത് കാണിക്കല്ലേ, നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കൊല്ലാനാണ് പോകുന്നതെന്നൊക്കെ. പക്ഷെ ജാനു ഇതൊന്നും കേൾക്കുന്നില്ല. അയാളെ പിന്നാലെ തന്നെ പോവാണ്. അയാൾ അങ്ങനെ ഒരു അരുവിയുടെ എടുത്ത് ചെന്നിട്ട് പേടിച്ചിരിക്കുന്ന ഇവളെ ഒന്നും കൂടി കെട്ടിപ്പിടിച്ച് മറിഞ്ഞ് അയാൾ വീണ്ടും വീണ്ടും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കാമുകൻ അവിടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ആശാനാണെന്ന് വെച്ചാൽ വീണ്ടും ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കാമുകൻ അവന്റെ കണ്ണാല് കാണുന്നുണ്ട്. ദേഷ്യം വന്ന അവനും ഓടിപ്പോയി ജീപ്പിൽ നിന്ന് ഒരു കത്തി എടുത്തോണ്ട് വരാണ്. ഇപ്പൊ ജാനും ആകെ തളർന്ന് അവിടെ കിടക്കുന്നുണ്ട്. അവൾക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവൻ എങ്ങോട്ടൊക്കെ വിളിക്കുന്നോ അങ്ങോട്ടൊക്കെ അവള് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു കാമുകൻ വന്ന് പുഴയിലേക്ക് എടുത്ത് ചാടി ഈ ഒരു ആശാനെ കുത്തി കൊല്ലുന്നുണ്ട്. ആ ഒരു സമയത്ത് ജാനു അങ്ങനെ ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് ആ ആശാന് വേണ്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതായത് ആരാണോ അവളെ ഉപദ്രവിച്ചത് ആ ഒരാൾക്ക് വേണ്ടിയാണ് ഈ പെൺകുട്ടി ഇപ്പോ കരഞ്ഞോണ്ടേയിരിക്കുന്നത്. അങ്ങനെ ആശാൻ ആ ഒരു കാമുകൻ കുത്തി കൊല്ലുന്നുണ്ട്. അവനും ജാനുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ അവനെ കൊന്നു പറയുന്നുണ്ട്. ജാനു അപ്പൊ കരഞ്ഞോണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മുഖം കഴുകുന്ന ആ ഒരു കാമുകന്റെ തലയിലായിട്ട് ജാനു ഒരു കല്ല് കൊണ്ടുവന്ന് ഇടിച്ച് അവനെ കൊന്നു കളഞ്ഞിട്ട് ആ ഒരു പുഴയെ തന്നെ അവളും കുളിക്കാൻ. ബോധമില്ലാത്ത ആ ഒരു പെൺകുട്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇത്. അവളുടെ മനസ്സിൽ അവളുടെ ഭർത്താവിനെ കൊന്ന ആളെ അവൾ കൊന്നു എന്നാണ് ഉള്ളത്. എന്തായാലും ഇത് നടന്ന സംഭവമാണെന്ന് പറയുമ്പോൾ, അതും കേരളത്തിൽ നടന്നതാണെന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നോ ഇത് ശരിക്കും നടന്നിട്ടുണ്ടോന്ന്. ഉണ്ടാവാം, ഞാൻ ഇതിനെ കുറിച്ച് കറക്റ്റ് ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ആരും ഇതുപോലെ ബുദ്ധി ബോധമില്ലാത്ത ചെയ്തതൊന്നും ചെയ്യാതെ അപകടത്തിലൊന്നും പെടാതിരിക്കട്ടെ. അപ്പൊ ഈ മൂവി ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക്